പ്രധാന വാർത്തകൾ. നാഷണൽ പെയിന്റ്സ് പ്രധാന വാർത്തകൾ brought to you by നാഷണൽ പെയിന്റ്സ്. 30 years in Middle East and Europe, now in India. National Paints. അമേരിക്കൻ ജയിലിൽ കഴിയുന്ന ഇന്ത്യൻ ഫാഷൻ ഡിസൈനർ ആനന്ദിന് നീതി ലഭിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജോണിന്റെ മാതാവ് ശശി ദില്ലിയിലെത്തി. വംശീയ വിദ്വേഷവും പ്രൊഫഷണൽ കുടിപ്പകയും മൂലം തന്റെ മകനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണെന്ന് ശശി കൈരളി പീപ്പിളിനോട് പറഞ്ഞു. ഇത് ആനന്ദ് ജോൺ, വയസ്സ് 33, സ്വദേശം തിരുവനന്തപുരം. 91-ൽ പുതിയ തൊഴിൽ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് അമേരിക്കയിലെത്തിയ ജോൺ ഇന്ന് ലോകപ്രശസ്തനായ ഫാഷൻ ഡിസൈനറാണ്. ഓസ്കാർ വേദികളിലും UN എയ്ഡ്സ് ബോധവൽക്കരണ പ്രചാരണങ്ങളിലുമെല്ലാം നിത്യസാന്നിധ്യമായിരുന്ന ജോണിനെ 2007-ലെ വേറിട്ട വ്യക്തിത്വങ്ങളിലൊന്നായി അമേരിക്കയിലെ ന്യൂസ് വീക്ക് മാഗസിൻ തെരഞ്ഞെടുത്തിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് ഫാഷൻ ഡിസൈനിങ് മേഖലയിലെ എതിരാളികൾ തന്റെ മകനെ ഇല്ലായ്മ ചെയ്യുന്നതിനായി ആസൂത്രിത കരുനീക്കങ്ങൾ ആരംഭിച്ചതെന്ന് ജോണിന്റെ അമ്മയും പ്രശസ്ത ഗായകൻ യേശുദാസിന്റെ ഭാര്യ സഹോദരിയുമായ ശശി ആരോപിക്കുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി ലൈംഗിക പീഡന കേസുകളിൽ ജോണിനെ അമേരിക്കൻ പോലീസ് പ്രതിയാക്കി. ജാമ്യം ലഭിക്കുന്നതിനായി ഇതിനകം $10 ലക്ഷം ചെലവഴിച്ചു. എന്നാൽ 7 മാസത്തോളമായി ജോൺ അമേരിക്കൻ ജയിലിനകത്താണ്. ഇത് വളരെ റേഷ്യലാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ ചുമ്മാ അലിഗേഷൻ്റെ പേരിൽ പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിടുക, അതും എല്ലാ ക്രിമിനൽസിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺഹേർഡ് ഓഫ്. ജോൺ ഇപ്പോഴും ഇന്ത്യൻ പൗരനാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് അമ്മ ശശി കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. ഒരു ഇന്ത്യൻ പൗരനെ പിടിച്ചിട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ ബെയിലിനുള്ള കാശ്, ഇത്രയും വലിയൊരു ബെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ നോർമൽ ഒരാൾക്ക് അത് കൊടുത്ത് പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇപ്പം ന്യൂയോർക്കിലൊക്കെ ഇപ്പോൾ അവർ പറയുകയാണ് ബെയിലേ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സോ നമ്മൾ ചോദിക്കുന്ന വേറൊന്നും അല്ല, അവനൊരു ഫെയർ ചാൻസ് കൊടുക്കുക ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വംശീയ വിദ്വേഷത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പിറന്ന മണ്ണ് തന്നോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ആനന്ദ് ജോണും കുടുംബവും. കെ രാജേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശ്രീലങ്ക. നമസ്കാരം.